എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മസാല എക്സ്പ്രസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കാന്താരി ചിക്കനാണ്. ഗ്രില്ല് ഉപയോഗിക്കാതെ വീട്ടിൽ എങ്ങനെയാണ് കാന്താരി ചിക്കൻ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചിക്കൻ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. 4 പീസാക്കിയതാണ്. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് വരയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, മസാല നന്നായിട്ട് അതൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്കിതൊക്കെ ഒന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ബാക്കി സാധനങ്ങൾ നോക്കാം. പുതിനയില, കറിവേപ്പില, കാന്താരി. ഞാനിവിടെ പച്ചക്കുരുമുളകാണ് എടുത്തിട്ടുള്ളത്. ഉണങ്ങിയ കുരുമുളക് ഉണ്ടെന്നുണ്ടെങ്കിൽ പൊടിച്ചിട്ട് അതായാലും മതി, അല്ലെങ്കിൽ പൊടി ആയാലും മതി. പിന്നെ വെളുത്തുള്ളി, ചെറിയ ഉള്ളി, ഇഞ്ചി ഒരു കഷ്ണം എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം. ഇനി നമുക്ക് ചിക്കൻ മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ അരച്ച് വെച്ച കൂട്ട്, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ്, 1 നാരങ്ങയുടെ നീര് മുഴുവനും, ഒരു കപ്പ് തൈര്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. ഇതിപ്പോൾ ഞാനിവിടെ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. 1 മണിക്കൂർ വെക്കണം. ഇതിപ്പോൾ ഞാൻ 1 മണിക്കൂർ എടുത്ത് വെച്ചാണ്. മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കടുകെണ്ണ ഒഴിച്ചു കൊടുക്കുക. കടുകെണ്ണ ഇല്ല എന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്താലും മതി. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതിയാവും. നമുക്കതിലേക്ക് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഭാഗം വെന്തിട്ടുണ്ട്. നമുക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഈ പൊങ്ങി നിൽക്കുന്ന ഭാഗമൊക്കെ നന്നായിട്ടൊന്ന് അമർത്തിയിട്ട് വേവിച്ച് കൊടുക്കണം. അമർത്തി കൊടുത്താൽ മതിയോ, വെന്തോളും. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് കടുകെണ്ണ അതിൻ്റെ മുകളിൽ കൂടെ ആക്കി കൊടുക്കണം. ഇപ്പോൾ പൊങ്ങി നിൽക്കുന്ന ഭാഗമൊക്കെ ഞാൻ അമർത്തി കൊടുക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ നല്ല കുറഞ്ഞ തീയിലാണ് വേവിച്ചിട്ടുള്ളത്. നല്ല തീ പാടില്ല. ഗ്രില്ലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. ഇടയ്ക്കിടയ്ക്ക് കടുകെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇതുപോലെ തന്നെ എല്ലാം ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ.